ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. എനിക്കിങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. എല്ലാത്തിനും കാണിച്ചു തരാം. എന്റെ സംഗതി എല്ലാം പുറത്തൊന്നു നോക്ക് ചന്ദ്ര. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇന്ന് നമ്മുടെ ചുബ്രുവിന്റെ ലൈഫിലെ ആദ്യത്തെ ഗ്രൂമിങ് എക്സ്പീരിയൻസ് ആണേ. നമ്മുടെ വീടിനടുത്തുള്ള കൊട്ടിയത്ത് ഹാൻഡ്സ് ആൻഡ് പോസ് എന്ന് പറയുന്ന പെറ്റ് ഗ്രൂമിങ് ഷോപ്പിലാണേ കൊണ്ടുവന്നേക്കുന്നത്. ചുബ്രുവിന്റെ മുടിയൊക്കെ ഒട്ടിയിരുന്നത് കൊണ്ട് കോംബ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അവന്റെ നഖമൊക്കെ വെട്ടി ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഗ്രൂമിങ് മാത്രമല്ലേ, ഇവർക്ക് വെറ്റിനറി ഡോക്ടറും ഉണ്ട് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുബ്രുവിന്റെ മുടിയെല്ലാം ഒട്ടി ചെറിയ ജടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് നല്ല പെയിൻ ഉണ്ടായിരുന്നേ. ഗ്രൂം ചെയ്തോണ്ടിരുന്ന പയ്യനാണെങ്കിൽ ചുബ്രുവിന്റെ കയ്യിൽ നിന്ന് 1-2 കടിയൊക്കെ ഇടയ്ക്ക് കിട്ടിയേ. പിന്നെ പപ്പീസിന്റെ കടിയും പൂച്ചയുടെ മാന്തൊന്നും അവർക്ക് അത്ര പുത്തരിയല്ലേ. വലിയ പപ്പീസൊക്കെ ആണെങ്കിൽ അവർ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ സ്ഥിരം സന്ദർശകരായ പട്ടിസാറും പൂച്ചസാറൊക്കെ അങ്ങ് ഇരുന്ന് കൊടുത്തോളും. ഗ്രൂമിങ് മാത്രമല്ലേ നമ്മളുടെ ഉദ്ദേശം ഇന്നത്തെ. കഴിഞ്ഞ തവണ അവനെയാണെങ്കിൽ ഇവിടെ റാബിസിന്റെ വാക്സിൻ എടുക്കാൻ കൊണ്ടുവന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇപ്പൊ അവന് ചെറിയൊരു പനിയുടെ ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് എടുക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ മരുന്നൊക്കെ മേടിച്ചിട്ട് പോയതാണേ. ഇന്ന് അതും കൂടി എടുക്കുന്നുണ്ടേ. ഇപ്പൊ നമ്മളെ ആശാനെ കുളിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ ഒരാളെ കാണിച്ചു തരാമേ. പാവം എന്റെ കുഞ്ഞ് പെട്ട അവസ്ഥയിൽ നിൽക്കോ ഇപ്പോ. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞേ. ഇനിയാണ് പ്രശ്നം. ഹെയർ ഡ്രയർ വെച്ചിട്ട് ഇവന്റെ മുടിയൊക്കെ ഉണക്കി തുടങ്ങിയ സമയത്താണ് ഇവന്റെ സ്വഭാവം മാറിയത്. അതിൽ നിന്ന് വരുന്ന ഈ കാറ്റും സൗണ്ടൊക്കെ കേട്ട് ചുബ്രു ആകെ പേടിച്ച് പിന്നെയും ചുബ്രു ഭയങ്കര വയലന്റ് ആയി. അങ്ങനെ അവൻ വീണ്ടും ഒരു കടിയനായി. എന്റെ കൈയെല്ലാം മാതി പറിച്ച് എന്നെ ഒരു പരുവാക്കി. പിന്നെ അവസാനം ഞാൻ അവനെ പിടിച്ചൊതുക്കി അടക്കി അങ്ങ് വെച്ച്. എന്റെ കുഞ്ഞാണെങ്കിൽ നിസ്സഹായനായിട്ട് നിന്നുപോയി. എന്ത് പറയാനാ. അങ്ങനെ നമ്മൾ ഇനി ഫൈനൽ ടച്ചിലേക്ക് കടക്കാൻ പോവാണേ. അവരുടെ തന്നെ ഒരു ടാഗൊക്കെ കെട്ടി സ്പ്രേ ഒക്കെ അടിച്ച് ചീപ്പി സുന്ദര കുട്ടനായിട്ട് എന്റെ ചുബ്രുവിനെ എന്റെ കയ്യിലിങ്ങ് തന്നേ. അതാണ്ട് അടുത്ത പൂച്ചസാറും പട്ടിസാറൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ കേറാൻ വേണ്ടിയിട്ട്.